ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവാ നമസ്കാര കേശവം പ്രതിഗച്ഛതി. ഇതാ മതസൗഹാർദ്ദത്തിനു വേണ്ടി നിലകൊള്ളുന്നൊരു ഗ്രാമം. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പറ്റം പച്ചയായ മനുഷ്യർ ജീവിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. ഇവർക്കിടയിൽ മതിലുകളില്ല. സ്നേഹവും സാഹോദര്യവും സഹകരണവുമാണ് ഇവരുടെ ജീവിതമന്ത്രം. ഇവിടത്തെ മുസ്ലിം പള്ളിയിലെ ഇമാമിനും ചർച്ചിലെ ഫാദറിനും അമ്പലത്തിലെ പൂജാരിക്കും ഒന്നു മാത്രമേ പറയുവാനുള്ളൂ: എല്ലാവരും നന്നാവണം, അന്യോന്യം സ്നേഹിക്കണം, സഹകരിച്ച് വളരണം. ഇത്രമാത്രം. സ്നേഹത്തിന്റെ ഈരടികൾ മൂളിക്കൊണ്ടൊഴുകുന്ന അരുവികളും പുഴകളും. ഗ്രാമീണരുടെ കാവലാളുകൾ പോലെ അങ്ങുമിങ്ങും തലയുയർത്തി നിൽക്കുന്ന കുന്നുകളും മലകളും, പച്ചപ്പിന്റെ പരവതാനി വിരിച്ച നെൽപ്പാടങ്ങൾ, ഹരിതവർണ്ണത്തിന്റെ കുടകൾ നിവർത്തി കവുങ്ങിൻ തോപ്പുകൾ, കേരളീയ തനിമ നിലനിർത്തിക്കൊണ്ട് കേരവൃക്ഷങ്ങളും, ആത്മീയതയുടെ ചൈതന്യം ഉണർത്തിക്കൊണ്ട് വിവിധ ജാതി മതസ്ഥരുടെ ആരാധനാലയങ്ങൾ. പ്രകൃതിയുടെ മടിത്തട്ടിൽ പ്രകൃതിയോടിണങ്ങി കളിച്ച് ചിരിച്ച് രസിച്ച് വളരുന്ന കുരുന്നുകൾ. എല്ലാത്തിലും തനതായ ഒരു പാരമ്പര്യം അവകാശപ്പെടുന്ന മാതൃകാ ഗ്രാമം. അതാണ് കാസർഗോഡ് ജില്ലയിലെ
നെക്രാജൻ എന്ന കൊച്ചു ഗ്രാമം. ഇത് പൈക്ക മല. നെക്രാജെ ഗ്രാമത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. ഇവിടെ നിന്നും നോക്കിയാൽ നെക്രാജെ ഗ്രാമത്തിലെ 4 ഭാഗങ്ങളും കാണാം. ആരാധനാലയങ്ങൾ തന്നെ മതസൗഹാർദ്ദത്തിനു വേണ്ടി നിലകൊള്ളുന്നതാണ് ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ സവിശേഷത. ഇവിടുത്തെ 2 ചരിത്രപ്രസിദ്ധ ആരാധനാ കേന്ദ്രങ്ങളും പൈക്ക എന്ന ഒരേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ് മറ്റൊരു സവിശേഷത. അവയിലൊന്ന് പൈക്ക മണവാട്ടി മഖാം, മറ്റൊന്ന് ശ്രീ പൂമണി കിന്നിമണി ദേവസ്ഥാനം. ഈ 2 ആരാധനാ കേന്ദ്രങ്ങൾക്കും തമ്മിലുള്ള അകലം വെറും 300 മീറ്റർ മാത്രം. പൈക്ക മണവാട്ടി മഖാമിന് പിന്നിൽ ഒരൈതിഹ്യമുണ്ട്. പണ്ട് കൊശവ സമൂഹത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു. ചില കുടുംബങ്ങൾ ഇപ്പോഴുമുണ്ട്. മൺപാത്രം നിർമ്മിക്കലാണ് ഇവരുടെ പാരമ്പര്യ തൊഴിൽ. ഒരു ദിവസം മൺപാത്രങ്ങൾ വിൽക്കാനായി അവർ പോകുമ്പോൾ വഴിയിൽ വെച്ച് വെറ്റിലടക്കമുറക്കുന്ന സുന്ദരിയായ ഒരു അപരിചിതയെ അവർ കണ്ടു. അത്ഭുതമെന്നോണം കൂടുതൽ ആളുകളുമായി വന്നപ്പോൾ ആ സ്ത്രീ അപ്രത്യക്ഷയായിരുന്നു. അതിശയം പൂണ്ട അവർ ചുറ്റും തിരഞ്ഞപ്പോൾ ഒരു ഖബർ ആയിരുന്നു അവരുടെ കണ്ണിൽപ്പെട്ടത്. ആ സ്ത്രീയിലൊരു ആത്മീയ ചൈതന്യമുണ്ടെന്ന് വിശ്വസിച്ച ജനങ്ങൾ അന്നു മുതൽ ആ ഖബറിലേക്ക് വെറ്റിലടക്ക സമർപ്പിച്ചുകൊണ്ട് അവരുടെ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഖബറിനു മുന്നിൽ ഏറ്റുപറയാൻ തുടങ്ങി. അതിശയമെന്നോണം അവരുടെ ഇഷ്ടാർത്ഥങ്ങൾ സഫലമാകുവാനും തുടങ്ങി. ഏറെ വൈകാതെ എല്ലാവരും ചേർന്ന് കുമ്പോൽ തങ്ങളെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. ആദ്യം ഒരു ഖബറിനു മുന്നിൽ വെറ്റിലടയ്ക്ക സമർപ്പിച്ച് സങ്കടങ്ങൾ ഏറ്റുപറയുന്നതിന് അദ്ദേഹം എതിർത്തുവെങ്കിലും അന്നു രാത്രി തന്നെ കിനാവിൽ അദ്ദേഹം സത്യാവസ്ഥ തിരിച്ചറിയുകയും അനുസരിച്ചു പോരുന്ന ആചാരം തുടരാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. കൊശവന്മാർ കണ്ട ആ സ്ത്രീ ഒരു സാധാരണ സ്ത്രീയല്ലെന്നും അപാര തേജസ്സുള്ള വലി ആണെന്നും കുമ്പോൽ തങ്ങൾ പറഞ്ഞു. അന്നു മുതൽ മുസ്ലിം രീതിയിലുള്ള ആണ്ടുനേർച്ച ഇവിടെ പതിവായി. പൈക്ക മണവാട്ടി മഖാമിൽ വർഷം തോറും കുംഭമാസത്തിൽ, അതായത് ഫെബ്രുവരി മാർച്ച് 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് നേർച്ച നടക്കുന്നു. മണവാട്ടിയോട് തങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ച് ജീവിതാഭിലാഷങ്ങൾ സഫലമാക്കുവാൻ ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഉറൂസ് സമയത്ത് മഖാമിലേക്ക് ഒഴുകിയെത്തുന്നത്. അവരെ എല്ലാവരെയും സംഘാടക സമിതിയിലെ മുസ്ലിം സഹോദരങ്ങൾ സ്നേഹാദരവോടെ വരവേൽക്കുന്നു. വിശ്വാസത്തിൻ്റെ കരുത്തും ആരാധനയുടെ മഹത്വവും തിരിച്ചറിയണമെങ്കിൽ ഉറൂസ് സമയത്ത് ഒന്ന് മഖാം സന്ദർശിച്ചാൽ മതി. അവരവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴും അന്യമതസ്ഥരുടെ വിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും സന്മനസ്സുള്ളവരാണ് നെക്രാജെ നിവാസികൾ. ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുൻപ് പൈക്കയിൽ ഒട്ടേറെ കൊശവ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് ഇവർക്ക് പാരമ്പര്യമായി ലഭിച്ച തൊഴിൽ. ഒരു കാലത്ത് പൈക്കം ചട്ടി ഏറെ പേര് കേട്ടതായിരുന്നു. എങ്കിൽ ഇന്ന് കൊശവ കുടുംബങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അവശേഷിക്കുന്നവരിൽ മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണമാവട്ടെ നാമമാത്രവും.
ആധുനിക ജീവിത രീതിയുടെ കടന്നുകയറ്റത്തോടെ സ്റ്റീൽ പാത്രങ്ങളും മറ്റും വിപണി കീഴടക്കിയപ്പോൾ പുതിയ തലമുറയിലെ പലരും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയി. മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാമമാത്രമായ ആളുകൾക്ക് ഈ തൊഴിൽ മേഖലയെ സംരക്ഷിച്ച് വരും തലമുറയ്ക്ക് കൈമാറണമെന്ന ആഗ്രഹമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ സർക്കാരെങ്കിലും സഹായത്തിനെത്തുമെന്ന പ്രതീക്ഷയോടെ ഓരോ ദിവസവും തള്ളി നീക്കുകയാണിവർ. നെക്രാജി നിവാസികളുടെ വിശ്വാസപ്രകാരം ശ്രീ പൂമാണി കിണ്ണിമാണി ദൈവങ്ങൾ പൈക്കം മണവാട്ടി ബീവിയുടെ സഹോദരങ്ങളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിലും ഒരൈതിഹ്യമുണ്ട്. 4 ദിക്കുകളിലും പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ആരാധനാലയത്തിനു മുന്നിൽ ഒരു വിശാലമായ മൈതാനമുണ്ട്. അതിൻ്റെ ഒരു വശത്ത് ഹൈന്ദവരാൽ ആരാധിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ പതിവായി കാണാറുള്ള ഒരു വലിയ ആൽത്തറയുമുണ്ട്. തൊട്ടടുത്ത് ശ്രീ പൂമാണി കിണ്ണിമാണി ദൈവങ്ങളുടെ ഇരിപ്പിടമായ ദൈവം കല്ല്. വാസ്തുശാസ്ത്രപ്രകാരം പണിത ചുറ്റമ്പലം, ചുറ്റുമതിൽ, ക്ഷേത്രക്കിണർ എന്നിവയെയും കാണാം. പ്രധാന ആരാധനാമൂർത്തികളായ ശ്രീ പൂമാണി കിണ്ണിമാണി ദൈവസ്ഥാനത്തിൻ്റെ വിവിധ വശങ്ങളിലായി മറ്റു ഉപദൈവങ്ങളുടെ പ്രതിഷ്ഠകളും സ്ഥിതി ചെയ്യുന്നു. ശ്രീ ധൂമാവതിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആരാധ്യ ദൈവം. ദൈവസ്ഥാനത്തിൻ്റെ അല്പം ദൂരത്തിൽ പൈക്കം വണ്ടിക്കൊട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ഉത്സവ നാളുകളിൽ ശ്രീ പൂമാണി കിണ്ണിമാണി ദൈവങ്ങളെ ആനയിക്കുന്ന തേരാണിത്. പുഷ്പാലങ്കൃതമായ തേരിൽ ശ്രീ ദൈവങ്ങളെ ആഘോഷപൂർവ്വം ആനയിക്കുന്ന രംഗം ഏതൊരുവനിലും ദൈവവിശ്വാസം ഉണർത്തുന്നതാണ്. പൈക്കം മണവാട്ടി മഖാമിൻ്റെ കവാടത്തിനരികിലേക്ക് തേരെത്തുമ്പോൾ ആചാരപ്രകാരം ക്ഷേത്രവക മഖാമിലേക്ക് സമർപ്പിക്കാനുള്ള നേർച്ചയായി വെളിച്ചെണ്ണ, വെറ്റിലടക്ക നൽകുന്നു.